ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും സ്വീകരിപ്പാൻ യോഗ്യനായ അറുക്കപ്പെട്ട കുഞ്ഞാടായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ ദിവസങ്ങളിൽ വേറിട്ട ചിന്തകളിൽ ഇട്ട വീഡിയോയുടെ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ വളരെ വിലപ്പെട്ട അഭിപ്രായങ്ങളും സംശയങ്ങളും അതിനകത്ത് പലർക്കും ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, പലരും ഏറ്റവും അധികം ആളുകൾ നേരിട്ട് വിളിച്ച് സംശയ നിവാരണം നടത്തിയ രണ്ട് വിഷയമാണ്. ഒന്ന്, വിശുദ്ധ ദിവസം എന്ന് പറയപ്പെടുന്ന ശബത്തിനെക്കുറിച്ചും, രണ്ട്, കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ച് മാതൃക കാണിച്ചു കൊടുത്ത മാതൃകയായി പഠിപ്പിച്ച പ്രാർത്ഥനയും. അപ്പോൾ അതിനെക്കുറിച്ച് കമൻറ്റുകൾ ഇട്ടവരിൽ ചില വിലപ്പെട്ട കമൻ്റ് എന്ന് പറയാൻ കാരണം, ചില വീഡിയോകളുടെ ലിങ്ക് ഇട്ടും അതുപോലെ ചില ആശയങ്ങൾ പ്രകടമാക്കിയും അവർ അവതരിപ്പിച്ച കമൻ്റ് നമുക്കത് തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം പഠിതാക്കൾക്ക് കൂടുതൽ അറിയുവാനും ഗ്രഹിക്കാനും കഴിവുള്ള ആശയങ്ങൾ രണ്ട് ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. എന്നാൽ അതിനകത്ത് ഈ വളരെ കൗശലമായി ഇത് പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാളുണ്ട്. മല്ലൂസ് വീഡിയോ എന്ന് പറഞ്ഞ ഒരു അജിത്ത് ഉണ്ടല്ലോ. എനിക്ക് പെട്ടെന്നൊരു കഥ ഓർമ്മ വന്നത്, ചെറുപ്പകാലത്തൊക്കെ പറഞ്ഞിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമായൊരു കഥയാണ്. ചെറിയൊരു തോടിൻ്റെ കരയിൽ ഒരു ആപ്പിൾ വൃക്ഷം നിൽക്കുന്നു. അതിനകത്ത് നിറയെ ആപ്പിളുകളുണ്ട്. മറുകരയിൽ കുറേ കുട്ടികൾ നോക്കി നിന്നപ്പോൾ ഈ ആപ്പിൾ എങ്ങനെ പറിക്കാമെന്ന് നിൽക്കുമ്പോൾ അതിനകത്തൊരു കുരങ്ങനുണ്ടായിരുന്നു. അപ്പോൾ കുരങ്ങനെ ഈ ആപ്പിൾ വൃക്ഷത്തിലുണ്ട്. ഈ കുട്ടികൾക്ക് ഈ തോട് നീന്തി അപ്പുറം കടന്ന് ആപ്പിൾ പറിക്കാനുള്ള കഴിവുമില്ല. അപ്പോൾ പെട്ടെന്നൊരു കൗശലമേറിയ ഒരു കുബുദ്ധിക്കാരൻ പയ്യൻ പറഞ്ഞു, എടാ, നമുക്ക് ആപ്പിൾ ഇങ്ങോട്ട് കിട്ടാനൊരു വഴിയുണ്ട്. എന്താണ്? നീ ഇപ്പോൾ നോക്കിക്കോളാൻ പറഞ്ഞു. ഇവരിവിടുന്ന് കല്ലുകൾ പെറുക്കി ആ കുരങ്ങനിട്ട് എറിഞ്ഞു. കുരങ്ങനെ കല്ല് പിടിച്ചെടുക്കാൻ നോക്കിയിട്ട് കിട്ടില്ല. കുരങ്ങന് ദേഷ്യം വന്നപ്പോൾ അതിൽ നിന്ന് ആപ്പിൾ പറിച്ച് ഈ കുട്ടികൾക്കിട്ട് എറിഞ്ഞു. ഓരോ ആപ്പിളും പിടിച്ചെടുത്ത് അവരത് ഭക്ഷിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എന്നതുപോലെ ഈ മല്ലൂസ് മീഡിയക്കാരൻ വളരെ കുനിഷ്ഠായിട്ട് ഒരു ബുദ്ധി ഇതിനകത്ത് പ്രയോഗിക്കുന്നുണ്ട്. ചില കമൻറ്റുകൾ തീരെ തരം താഴ്ന്ന അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ളതായ ചില വാക്കുകളൊക്കെ ഉപയോഗിച്ച് ഇങ്ങോട്ട് വിടുമ്പോൾ ആദ്യകാലങ്ങളൊക്കെ ഞാനെന്നെ മറുപടി ഇട്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായപ്പോഴേക്ക് ഇത് പഠിക്കാനാണെന്ന്. നേരെ വന്ന് പഠിക്കാമല്ലോ സഹോദര, പിന്നെ എന്തിനാണ് ഈ ബുദ്ധി കാണിക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ആദ്യത്തെ വാക്യം അങ്ങനെ തന്നെ പറഞ്ഞത് എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അറുക്കപ്പെട്ട കുഞ്ഞാടെന്ന് പറയുന്നത് യേശുവാണ്. സ്തുതികൾക്കും മഹത്വത്തിനും സ്തോത്രത്തിനും ബഹുമാനത്തിനും എല്ലാത്തിനും യോഗ്യനായ ഒരുവൻ. മാത്രമല്ല, സിംഹാസനത്തിലിരിക്കുന്നവനും കുഞ്ഞാടിനും അവർ മഹത്വവും ബലവും അർപ്പിച്ച് ആരാധിക്കുന്നതും വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ശരി, ഞാൻ വിഷയത്തിലേക്ക് കടന്നു വരട്ടെ. ഇവിടെ അതിപ്രധാനമായി ഇന്ന് ഇതിനകത്ത് ശാബതക്കാർ ചോദിച്ച ചില ചോദ്യങ്ങളും അവരെനിക്ക് തന്ന ലിങ്കിൽ നിന്നും ഞാൻ ഗ്രഹിച്ചതായ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും അതിപ്രസക്തമായ ചില കാര്യങ്ങൾ പറയട്ടെ. ആദ്യമായി ഒരു പറയുന്നത്, യേശുവും അപ്പോസ്തലന്മാരും ശബത്തിൽ പള്ളിയിൽ പോയിരുന്നു. ശരി തന്നെ, വളരെ ശരി തന്നെ. യേശു ശബത്തിൽ പോയിട്ട് അവിടെ നടക്കുന്ന കൂട്ടത്തിനോട്, അവരുടെ ഉപദേശത്തോട്, അവരുടെ ആചാരത്തോട് യോജിച്ചാണോ യേശു അവിടെ നിന്നത്? കാരണം യേശു എപ്പോഴൊക്കെ ദേവാലയത്തിൽ പോയിട്ടുണ്ടോ അവിടെയെല്ലാം ശബത്ത് നാളിന് വിഹിതമല്ലാത്തതാണ് ചെയ്തിരിക്കുന്നത്. മത്തായി സുവിശേഷം 12-ാം അധ്യായം അതിൽ ഉദാഹരണമായി എടുത്ത് വായിക്കുക. അനുബന്ധമായിട്ടുള്ള ധാരാളം വാക്യങ്ങൾ നമുക്ക് പറയാനുണ്ട്, ഞാനെല്ലാം നിരത്തി വയ്ക്കുന്നില്ല. അപ്പോൾ അവിടെ ശബത്തിന് വേണ്ടി നിലകൊള്ളുന്ന ശാസ്ത്രിമാരും പരീശന്മാരും യേശുവിൻ്റെ പിന്നാലെ നടന്നുകൊണ്ട്, നീ ശബത്തിനെ ലംഘിക്കുന്നു, ശബത്തിനെ ലംഘിക്കുന്നു, ശബത്തിന് വിഹിതമല്ലാത്തത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, ഇനി ന്യായപ്രമാണത്തിലേക്ക് വരാം. ശബത്തിനെ ലംഘിക്കുന്നവന് എന്ത് ചെയ്യണമെന്നാണ് മോശയ്ക്ക് കൊടുത്ത പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത്? അവൻ മരണശിക്ഷ അനുഭവിക്കണമെന്നല്ലയോ സഹോദരന്മാരെ പറഞ്ഞത്? അങ്ങനെയെങ്കിൽ ശബത്തിന് വിഹിതമല്ലാത്തത് ചെയ്ത് ശബത്തിനെ ലംഘിച്ച യേശുവിനെ എന്തുകൊണ്ട് അവർ മരണശിക്ഷയ്ക്ക് വിധിച്ചില്ല? സെവന്തരക്കാർ ഇതിന് മറുപടി പറയണം. ഇല്ല എങ്കിൽ ഇതിനൊന്നും മറുപടി പറയാനില്ലെങ്കിൽ നിങ്ങൾ ഈ പരിപാടി നിർത്തിയിട്ട് പോകുക. ഇത് പഠിക്കുന്നവർ പഠിക്കട്ടെ. അപ്പോൾ എപ്പോഴും യേശു ശബത്തിൽ ചെല്ലുമ്പോൾ അവിടെ
വിഹിതമല്ലാത്തത് ചെയ്ത് അവസാനം പറഞ്ഞ് മനുഷ്യപുത്രൻ ശബത്തിന് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് വീണ്ടും പറഞ്ഞു മനുഷ്യൻ ശബത്തിന് നിമിത്തമല്ല, ശബത്ത് മനുഷ്യൻ നിമിത്തമത്രേ. അതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് ഈ സഹോദരന്മാർ മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്തിനാണ് യേശുവിനെ തരം തിരിച്ച് പറഞ്ഞത്? അപ്പോൾ കൂടുതൽ വിശദീകരണത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കുക, യേശു ശബത്തിൽ സിനഗോഗിൽ പോയി. പക്ഷേ അവരോട് ചേർന്ന് അവരുടെ ഉപദേശപ്രകാരം ചെയ്യുവാനല്ല പോയത്, ശബത്തിനെ ലംഘിക്കുകയാണ് അവിടെ ചെയ്തത്. അതുപോലെ തന്നെ യേശുവിൻ്റെ ശിഷ്യന്മാർ ഇവിടെ പറയുന്നുണ്ട്, യേശുവിൻ്റെ ശിഷ്യന്മാർ ശബത്ത് നാളിൽ അവർ വിളവ് ഭൂമിയിൽ നിന്ന് കതിരൂരി ഭക്ഷിച്ചപ്പോൾ പരീശന്മാരെന്താ പറഞ്ഞത്? എൻ്റെ മുൻ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ യേശു എന്താ പറഞ്ഞേ? എൻ്റെ ശിഷ്യന്മാർ ശബത്തിനെ ലംഘിച്ചില്ല എന്നല്ല പറഞ്ഞ്, യേശുവിൻ്റെ ശിഷ്യന്മാർ ശബത്തിനെ ലംഘിച്ചു എന്നുള്ള അംഗീകാരത്തോടുകൂടി അവർക്ക് മറുപടി പറയുക. അപ്പോൾ ശബത്തിനെ ലംഘിച്ച് യേശുവിൻ്റെ ശിഷ്യന്മാർ മരണശിക്ഷ അനുഭവിക്കേണ്ടേ സെവന്ത് ഡേ സഹോദരന്മാരെ എന്തുകൊണ്ട് കൊടുത്തില്ല? മരണശിക്ഷ കൊടുത്തില്ല. അപ്പോൾ ഒറ്റ വാക്കിൽ യേശു ശിഷ്യന്മാരും ശബത്തിൽ പള്ളിയിൽ പോയി, സത്യം തന്നെ. എന്നാൽ അതിനേക്കാൾ പ്രധാനമായൊരു കാര്യം ഗൗരവമായി മനസ്സിലാക്കേണ്ടത്, ഈ പഴയ നിയമം അത് പൂർത്തീകരണം വന്നു, പുതിയ നിയമം സ്ഥാപിതമായത് എപ്പോഴാണെന്ന് വളരെ സവിസ്താരമായി വേറിട്ട ചിന്തകളുടെ 110ാമത്തെ എപ്പിസോഡിൽ ദശാംശം എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കൂടുതൽ തെളിവുകളും വിശദീകരണവും കിട്ടുവാനായി വേറിട്ട ചിന്തകൾ 110 ശ്രവിക്കുക. ഒറ്റവാക്കിൽ പറഞ്ഞാൽ കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നു, ഇത് എൻ്റെ രക്തത്തിൻ്റെ പുതിയ നിയമം. യേശുവിൻ്റെ രക്തത്താലാണ് പുതിയ നിയമം സ്ഥാപിതമായതെന്ന് അതിനെ ഉറപ്പിക്കുവാനായി കൂടുതൽ വിശദീകരണം എബ്രായർക്കെഴുതിയ ലേഖനം 9ാം അധ്യായം വായിക്കുക. അതോടൊപ്പം തന്നെ വേറിട്ട ചിന്തകൾ 110 കേൾക്കുക. അപ്പോൾ പുതിയ നിയമം സ്ഥാപിതമായതിനു ശേഷം യേശു എവിടെയാണ് സഹോദരന്മാരെ പുതിയ നിയമകാലത്ത് ശബത്തിൽ സിനഗോഗിൽ പോയത്? അടുത്തത് അപ്പോസ്തലന്മാർ പോയി. പൗലോസ് അപ്പോസ്തലൻ സിനഗോഗിൽ പോയിട്ട് അവിടെ എന്താണ് ചെയ്തത്? സംഖ്യാപുസ്തകം 28ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളിൽ പറയുന്നത് പോലെ, ശബത്ത് നാളിലോ 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത 2 കുഞ്ഞാടിനെയും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത് 2 ഇടങ്ങഴി മാവും അതിൻ്റെ പാനീയയാഗവും അർപ്പിക്കണം. നിരന്തര ഹോമയാഗത്തിനും അതിൻ്റെ പാനീയയാഗത്തിനും പുറമേ, അതിന് പുറമെ, ഇത് നിങ്ങൾ പറയുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഗാദറിംഗ് ആണെന്ന് പറയും. യെസ്, അതിന് പുറമെ, അത് കൂടാതെ ഇത് ശബത്ത് തോറുമുള്ള ഹോമയാഗം. എന്താണ് സഹോദരന്മാരെ ശബത്ത് തോറുമുള്ള ഹോമയാഗം എന്ന് പറയുമ്പോൾ? ഞാൻ നിങ്ങളെ വളരെ ദൈവസ്നേഹത്തിൽ വെല്ലുവിളിച്ച് ചോദിക്കുക, ഏതെങ്കിലും ഒരു ശബത്ത് പണ്ഡിതന് വന്നിട്ട് പറയാൻ പറ്റുമോ പൗലോസ് അപ്പോസ്തലൻ ശബത്ത് തോറും പള്ളിയിൽ ചെന്നിട്ട് ഈ വചനപ്രകാരം അവിടെ ഹോമയാഗം അർപ്പിച്ചു എന്നൊരു തെളിവ് നിങ്ങൾക്ക് തന്നാൽ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഗ്രൂപ്പ് മുഴുവൻ നിങ്ങളോട് കൂടി ചേരാം. പക്ഷേ ഇതിന് മറുപടി പറയാതെ തെറ്റിയൊഴിഞ്ഞിട്ട് വെറും കപട വാക്കുകൾ പറഞ്ഞ് വെറുതെ മനുഷ്യനെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ കരയ്ക്ക് ഇക്കരെ നിൽക്കുന്ന കുട്ടികൾ വൃക്ഷത്തിലിരിക്കുന്ന ആ കുരങ്ങനെ കല്ല് വെച്ചെറിഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ച് ആപ്പിൾ സ്വീകരിക്കുന്ന പരിപാടിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിർത്ത്. ഇത് പൊതുജനം കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ അയൽവാസിയായിരിക്കുന്ന സഹോദരനാണ് എനിക്ക് ലിങ്ക് അയച്ചു തന്നിരിക്കുന്നത്. ആ സഹോദരൻ്റെ സ്നേഹത്തിൽ പറയുകയാണ്, നിങ്ങളധികം ലിങ്കൊന്നും എനിക്ക് അയച്ചു തരണ്ട. കാരണം ഈ വിഡ്ഢിത്തരം കൂടുതൽ എന്നെ കേൾപ്പിച്ചാൽ കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ലിങ്ക് അയച്ചു തന്നാൽ ചോദ്യങ്ങൾ കൂടും, നിങ്ങൾക്കത് ബുദ്ധിമുട്ടാകും, മറുപടി എന്നുള്ള കടം വർദ്ധിച്ചു കൊണ്ടിരിക്കും. അതിനേക്കാൾ നല്ലത് പൗലോസ് അപ്പോസ്തലനോ പത്രോസ് അപ്പോസ്തലനോ അല്ലെങ്കിൽ പുതിയ നിയമത്തിൻ്റെ വക്താക്കളായ അപ്പോസ്തലന്മാർ ശബത്ത് തോറുമുള്ള ഈ ഹോമയാഗം എപ്പോൾ കഴിച്ചുവെന്ന് ഒരു തെളിവെനിക്ക് തന്നാൽ മതി. ഞാൻ മാത്രമല്ല, ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ഞങ്ങളുടെ ഗ്രൂപ്പ് മുഴുവനും അങ്ങോട്ട് വരികയാണ്. ഞാൻ വളരെ ദൈവസ്നേഹത്തിൽ വെല്ലുവിളിച്ച് ചോദിക്കുക. ഇല്ല എങ്കിൽ ശബത്ത് സഹോദരന്മാർ ഇതിന് കമൻ്റ് ഇടുന്ന പരിപാടി നടത്തുക. എന്നിട്ട് കൂടുതൽ പഠിപ്പാനായി ശ്രമിക്കുക. വേറിട്ട് ചിന്തകൾ എന്ന ചാനൽ നിങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളുടെ 2 ചോദ്യങ്ങൾക്ക് മറുപടിയായി, ഒന്ന്, യേശുവും പോയി ശബത്ത് നാളിൽ, 2, അപ്പോസ്തലന്മാരും പോയി. പക്ഷേ ഈ പരിപാടികളൊന്നും അവിടെ ചെയ്തില്ല. ഇനിയൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ശബത്ത് നാളിൽ ആരാധനയ്ക്ക് കൂടി വരാനാണെങ്കിൽ ഈ പ്രമാണം നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? ഒരൊറ്റ തെളിവ് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് കാണിച്ചു തരാമോ? ഞാൻ വീഡിയോകളുടെ ലിങ്ക് അല്ല ചോദിക്കുന്നത്, ഒറ്റ തെളിവ് നിങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് കാണിച്ചു തരാമോ? ആകപ്പാടെയുള്ളത് ലേവ്യ പുസ്തകം 23ാം അധ്യായത്തിൻ്റെ 3ാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നുണ്ട്, യഹോവയുടെ ഉത്സവങ്ങളും
ദിവസങ്ങളുമായി അതിനുവേണ്ടി പ്രത്യേകമായി വിളിച്ചു കൂട്ടേണ്ടുന്ന സഭായോഗം. ഞങ്ങളിവിടെ ആരും ഞായറാഴ്ച ആരും വിളിച്ചു കൂട്ടുകയല്ല. എല്ലാ ആഴ്ചയിലും വിശ്വാസികൾ വന്നോളും. പ്രത്യേകിച്ച് വിളിച്ചു കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ ഇവിടെ ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ ഈ 3-ാമത്തെ വാക്യത്തിൽ നിങ്ങൾക്ക് അവകാശപ്പെടുവാനുള്ള ഏക തെളിവായ ഈ ഭാഗത്ത് പറയുന്നത് വിളിച്ചു കൂട്ടേണ്ടുന്ന. അതെന്തിന്? കഴിഞ്ഞ ദിവസം നമ്മൾ വളരെ വ്യക്തമായി പറഞ്ഞു, ഹോളി കോൺവക്കേഷൻ, നോട്ട് സെർവ്, നോട്ട് വർഷിപ്പ്. അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ അവരുടെ ആരാധന എങ്ങനെയായിരുന്നു ആദ്യം സഹോദരക്കാർ പഠിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ ആരാധനയുടെ രീതികളെല്ലാം മാറ്റിവെച്ചിട്ട് ആ ദിവസം മാത്രം സ്വീകരിപ്പാനായി ആരാണ് പ്രമാണം തന്നത്? ദൈവം പറഞ്ഞിരിക്കുന്ന ആ ശബത്തിൽ, നാൾതോറുമുള്ള ശബത്തിൽ ഹോമയാഗം ഇത് അർപ്പിക്കണമെന്ന് മോശയിലൂടെ ദൈവം ജനത്തെ അറിയിച്ച് അവരത് ചെയ്തും വന്നു. നിങ്ങൾക്കിത് എവിടുന്ന് പകുതിയായിട്ട് എവിടെ നിന്ന് കിട്ടി? അപ്പോൾ സഹോദരന്മാർ മനസ്സിലാക്കുക, നിങ്ങളുടെ ചോദ്യത്തിലും നിങ്ങളുടെ വാദത്തിലും ബൈബിളിൽ യാതൊരു അടിസ്ഥാനവുമില്ല. അടുത്തത് ഒരു ചോദ്യം, വിശുദ്ധ ദിവസം ഞായറാഴ്ചയിലേക്ക് മാറ്റിയതാര്? ഒരു ശബത്തുകാരൻ്റെ ചോദ്യമാണ്. അതായത് വിശുദ്ധ ദിവസമായ ശബത്ത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാമത്തെ ദിവസത്തേക്ക് മാറ്റിയത് ആര്? എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഈ വക തെറ്റിദ്ധാരണകളൊന്നും വേണ്ട. ഞങ്ങളത് അവിടുന്ന് കലണ്ടറിൽ നിന്ന് വലിച്ചു പറിച്ച് ഇപ്പുറം കൊണ്ടൊന്ന് ഒട്ടിച്ചൊന്നും വെച്ചിട്ടില്ല. അത് ശബത്ത്, അത് അങ്ങനെ തന്നെ നിൽക്കുന്നു. ഒരു ചോദിക്കുന്നത് എങ്ങനെയാണ്? വിശുദ്ധ ദിവസമായി ആചരിപ്പാനായി ഈ ഞായറാഴ്ചയെ നിങ്ങൾക്കാക്കി തന്നത് ആരാണെന്ന്. ഞാനതിന് മറുപടി ഇട്ടു. എങ്കിലും പുതിയതായി കേൾക്കുന്നവർക്ക് മറുപടി പറയുകയാണ്. അപ്പോസ്തലന്മാരോ അതിനുശേഷമുള്ള ഒരു ദൈവസഭയിൽ ആരും അവർ ഒരു ദിവസവും അവർ പ്രമാണിച്ചിട്ടില്ല, ആചരിച്ചിട്ടില്ല. അതിൻ്റെ കാരണമുണ്ട്. റോമർക്കെഴുതിയ ലേഖനത്തിൻ്റെ 14-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരുവൻ ഒരു ദിവസത്തേക്കാൾ മറ്റൊരു ദിവസത്തെ മാനിക്കുന്നു, വേറൊരുവൻ സകല ദിവസങ്ങളെയും മാനിക്കുന്നു. ഓരോരുത്തൻ താൻ്റെ മനസ്സിൽ ഉറച്ചിരിക്കട്ടെ. ദിവസത്തെ ആദരിക്കുന്നവൻ കർത്താവിനായി ആദരിക്കുന്നു. ഇവിടെ ദിവസത്തെ ആചരിക്കുകയല്ല ചെയ്തത്, ദിവസത്തെ ആദരിക്കുകയാണ് ചെയ്തത്. മനസ്സിലാക്കുക, ആചാരവും ആദരവും ശബത്ത് സഹോദരന്മാർ രണ്ടായി കാണാത്തതാണ് നിങ്ങൾക്കിതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായത്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് ഒരുത്തൻ ഒരു ദിവസത്തെ ആദരിക്കുന്നു. അതേത് ദിവസം എന്ന് പറയുന്നില്ല. വേറൊരുവൻ എല്ലാ ദിവസത്തെയും ആദരിക്കുന്നു. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ, എല്ലാ ദിവസത്തിൻ്റെയും എല്ലാ സമയവും ദൈവത്തെ ആരാധിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. ഞാനൊന്ന് ചോദിക്കട്ടെ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്നിങ്ങനെ വിശ്രമം കൂടാതെ ദൈവത്തെ ആരാധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകത്തിലും പറയുന്നുണ്ട് പരിശുദ്ധൻ 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 എന്ന്. വിശ്രമമില്ലാതെ പറയുന്നത്. ഇത് ശബത്ത് നാളിൽ മാത്രമുള്ളൂ സഹോദരങ്ങളെ. നമ്മുടെ ദൈവത്തിന് മറ്റു ചില മതങ്ങളെപ്പോലെ പ്രത്യേക മാസത്തിൻ്റെ, പ്രത്യേക ദിവസത്തിൻ്റെ, പ്രത്യേക മുഹൂർത്തത്തിൽ ആരാധന സ്വീകരിക്കാൻ വരുന്നവനാണോ നിങ്ങളുടെ ദൈവം? ശബത്തുകാരോട് ചോദിക്കുന്നേ. പ്രത്യേക ചില മാസത്തിൻ്റെ, പ്രത്യേക ചില ദിവസത്തിൻ്റെ, പ്രത്യേക ഒരു മുഹൂർത്തത്തിൽ മാത്രം വെളിപ്പെടുന്ന ഒരു ദൈവമാണോ നിങ്ങളുടെ ദൈവം? അങ്ങനത്തെ ദൈവത്തിൻ്റെ പുറകെ എന്തിനാണ് സഹോദരങ്ങളെ നിങ്ങൾ പോകുന്നത്? ഇങ്ങോട്ട് വാ. 365 ദിവസവും അവൻ്റെ സന്നിധിയിലിരുന്ന് ആരാധിപ്പാൻ സ്വാതന്ത്ര്യവും വചനം അനുശാസിക്കുന്നതുമായ പ്രമാണത്തിൽ നിന്നുള്ള ആരാധന നിങ്ങൾക്ക് പെന്തക്കോസ്ത് സഭയിൽ കിട്ടും. ഇങ്ങോട്ട് പോരെ. നിങ്ങൾക്ക് പ്രത്യേക ആഴ്ചയിൽ ഒരു ദിവസം നോക്കിയതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ മുന്നമേ എൻ്റെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഞായറാഴ്ച പൊതു അവധി ദിവസങ്ങളിൽ കിട്ടുന്ന രാജ്യങ്ങൾ അതങ്ങനെ ചെയ്യുന്നു. അല്ല, വെള്ളിയാഴ്ച കിട്ടുന്ന രാജ്യങ്ങൾ അങ്ങനെ ചെയ്യുന്നു. ശനിയാഴ്ച അവധി ദിവസമായി കിട്ടുന്ന രാജ്യങ്ങൾ അങ്ങനെ ചെയ്യുന്നു. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞങ്ങൾക്ക് ഏത് ദിവസവും ദൈവത്തെ ആരാധിപ്പാനുള്ള പ്രമാണമുണ്ട്. എന്നാൽ ഇസ്രായേലിന് അങ്ങനെയല്ലായിരുന്നു കേട്ടോ. അവർക്ക് പ്രത്യേക മാസമുണ്ടായിരുന്നു, പ്രത്യേക ദിവസമുണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ പെസഹ എന്ന് പറയുന്നത് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആബീബ് മാസം 10-ാം തീയതി ഒരാടിനെ പിടിച്ചു കെട്ടണം. 14-ാം തീയതി സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം. ഒരു ചോദ്യം നിങ്ങളോടാണ്, വചനത്തോടല്ല. എന്തുകൊണ്ടാണ് 10-ാം തീയതി പിടിച്ചു കെട്ടിയ ആടിനെ 10-ാം തീയതി തന്നെ അറക്കാൻ പാടില്ലായിരുന്നോ? അല്ല, 14-ാം തീയതി അറക്കാനാണെങ്കിൽ അന്ന് തന്നെ പിടിച്ചു കിട്ടിയാൽ പോരായിരുന്നോ? ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ദിവസം അല്ലെങ്കിൽ അവർ പുറപ്പെട്ടു വന്ന രാത്രി അവർക്ക് വലിയ രാത്രി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത് ദൈർഘ്യം കൂടിയ രാത്രി എന്നല്ല, വളരെ പ്രാധാന്യമുള്ള ഒരു രാത്രിയാണത്.
ഇനി എൻ്റെ ചോദ്യം പ്രിയ ശബദക്കാരോട് ചോദിക്കുന്നത്, ആബീബ് മാസം 10-ാം തീയതി എന്ന് പറയുന്നത് എല്ലാ വർഷത്തിൻ്റെയും 10-ാം തീയതി ഒരു ദിവസം തന്നെ ആയിരിക്കുമോ? അല്ല. 14-ാം തീയതി എന്ന് പറയുന്നത് എല്ലാ വർഷത്തിൻ്റെയും 14-ാം തീയതി ഒരേ ദിവസം തന്നെ ആയിരിക്കുമോ? ഇല്ല എങ്കിൽ എൻ്റെ മുൻ വീഡിയോകൾ ഞാൻ യഹൂദ കലണ്ടർ അനുസരിച്ച് ഇതിൻ്റെ പഠനം ഇട്ടിട്ടുണ്ട്. അവർ ഏതെല്ലാം ദിവസങ്ങളിൽ ഈ ഹോളി കോൺവെക്കേഷനിൽ കൂടിയിട്ടുണ്ടെന്ന് വളരെ വ്യക്തമായി അതിനകത്ത് ഞാൻ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ മടങ്ങി വരട്ടെ. ഇവിടെ ദിവസത്തിന് പ്രാധാന്യം കൊടുക്കുന്നു, തീയതിക്ക് പ്രാധാന്യമില്ല. എന്നാൽ തീയതിക്ക് പ്രാധാന്യം കൊടുക്കുന്നിടത്ത് ദിവസത്തിന് പ്രാധാന്യമല്ല. വിശദീകരണം ഞാൻ മുൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് മനസ്സിലാക്കാത്തവർക്ക് വേണ്ടി ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ട് ഒരു ഗുണവുമില്ല. മനസ്സിലാകുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇവിടെ റോമർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായത്തിൽ വായിച്ചത്, ഒരുത്തൻ ഒരു ദിവസത്തെ മാനിക്കുന്നു, വേറൊരുവനെ എല്ലാ ദിവസത്തെയും മാനിക്കുന്നു. ഇതെല്ലാം ദൈവത്തെ മാനിക്കുന്നത് കൊണ്ടാണ് ആ ദിവസത്തിന് അവർ ആദരവ് കൊടുക്കുന്നത്. എന്നാൽ നിങ്ങൾ ചോദിക്കുന്നത് പോലെ ശബത്ത് എന്ന വിശുദ്ധ ദിവസം ആചരിപ്പാൻ ഞായറാഴ്ചയിലേക്ക് മാറ്റിയത് ആര്? പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയുന്നു, ഞങ്ങൾക്കൊരു ദിവസത്തിൻ്റെയും ആചാരമില്ല. കാരണം 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട് ദൈവാത്മാവിൽ ഞങ്ങൾക്ക് പ്രമാണം എഴുതി തന്ന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ താൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അതിൻ്റെ 4-ാം അധ്യായം 10-ാം വാക്യം, നിങ്ങൾ ദിവസങ്ങൾ, കാലങ്ങൾ, മാസങ്ങൾ, ആണ്ടുകൾ ഇവ പ്രമാണിക്കുന്നു. ഏത് ദിവസങ്ങൾ പ്രമാണിക്കുന്നു? ഏത് ദിവസം? അടുത്ത വാക്യം എടുത്ത് ഞാൻ പറയാം. ഏത് ദിവസം? തെളിവ് ഞാൻ വിശദീകരിക്കാം. ദിവസത്തെ നിങ്ങൾ പ്രമാണിക്കുന്നുവെങ്കിൽ, നിങ്ങൾ അതിന് പ്രാധാന്യം കൊടുത്ത് ആചരിക്കുന്നു എങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് വ്യർത്ഥമായി പോകും. എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ദൈവരാജ്യത്തിൽ കാണണമെന്നുള്ള ആവേശത്തിലും ആഗ്രഹത്തിലുമാണ് ഞാൻ നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചത്. ആ നിങ്ങൾ ദിവസത്തിനും മാസത്തിനും ആണ്ടുകൾക്കും കാലത്തിനുമൊക്കെ പ്രാധാന്യം കൊടുത്ത് വീണ്ടും നിങ്ങൾ അത് ആചരിക്കാനായി പോകുന്നുവെങ്കിൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രയത്നിച്ചത് വ്യർത്ഥമായി. അതായത് നിങ്ങൾ നിത്യതയിൽ കാണുകയില്ല. അതുകൊണ്ട് ശബത്തിലെ വിശ്വാസികളെ കണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങളൊരു ദിവസത്തെ ആചരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കും വേണ്ടി ഞാൻ എഴുതി, ആത്മാവിൽ എഴുതി കർത്താവിൽ നിന്ന് പ്രാപിച്ചു തന്ന വചനവും നിങ്ങൾക്ക് വേണ്ടി പ്രയത്നിച്ചതും എല്ലാം വ്യർത്ഥമായി പോയല്ല സഹോദരങ്ങളെ, നിങ്ങൾ നിത്യതയിൽ കാണത്തില്ലെന്ന് പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ പറയുന്നു. എന്നാൽ മറ്റൊരു വചനം പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. കൊലോസ്യർക്കെഴുതിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം വായിക്കുകയാണ്. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇത് വരുവാനിരുന്നവയുടെ നിഴലത്രേ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ വാവ്, ശബത്ത്, പെരുന്നാൾ എന്നീ കാര്യങ്ങളിലോ ആരും നിങ്ങളെ വിധിക്കരുത് എന്ന് പറഞ്ഞാൽ ഞാനൊന്ന് ചോദിക്കട്ടെ സഹോദരങ്ങളെ, ഇതിന് 2 അർത്ഥം കൊടുക്കാം. അതായത് നിങ്ങളിത് ആചരിക്കാതെ ഇരുന്നാൽ നിങ്ങളെ പലരും വിധിക്കും. അതുകൊണ്ട് നിങ്ങൾ വിധിക്കാതിരിക്കാൻ നിങ്ങളിത് ആചരിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. എങ്കിൽ ശബത്ത് മാത്രമല്ലല്ലോ, വാവും പെരുന്നാളും നിങ്ങൾ ആചരിക്കണ്ടേ? എങ്കിൽ മാത്രമല്ലേ നിങ്ങളാരും വിധിക്കാതിരിക്കത്തുള്ളൂ. എന്നാൽ അടുത്ത അർത്ഥം, നിങ്ങളിത് ആചരിച്ചാൽ നിങ്ങളെ മറ്റുള്ളവർ വിധിക്കും. അതുകൊണ്ട് നിങ്ങളെ മറ്റുള്ളവർ വിധിക്കാതിരിക്കേണ്ടതിന് നിങ്ങളിത് ആചരിക്കരുത് എന്നുള്ള അർത്ഥമാണെങ്കിൽ ശബത്തും ആചരിക്കരുത്, വാവും ആചരിക്കരുത്, പെരുന്നാളും ആചരിക്കരുതെന്നല്ലേ പൗലോസ് അപ്പോസ്തലൻ ഉദ്ദേശിച്ചത്? അല്ലേ? അപ്പോൾ ആത്മാവിൽ വെളിപ്പാട് പ്രാപിച്ചു തന്ന പൗലോസ് അപ്പോസ്തലനേക്കാൾ വലുതാണോ ജി വൈറ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ? ഒരു സ്ത്രീ, ഒരു പെണ്ണുമ്പിള്ള, സംസാരവാക്കി പറഞ്ഞ ഒരു പെണ്ണുമ്പിള്ള, ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെയായിട്ട് പറയുന്നത്. നിങ്ങൾക്ക് അവരാണോ വലുത്? അതോ വെളിപ്പാട് പ്രാപിച്ച ആത്മാവിൽ എഴുതിയ അപ്പോസ്തലൻ പൗലോസിനാൽ ലഭിക്കപ്പെട്ട ലേഖനവചനങ്ങളാണോ നിങ്ങൾക്ക് വലുത്? ഇവിടെ പറയുന്നത് ശബത്ത്, പെരുന്നാൾ, വാവ് എന്നീ കാര്യത്തിൽ ആരും നിങ്ങളെ വിധിക്കരുത്. നിങ്ങൾ എന്തുകൊണ്ടാണ് വീണ്ടും പഴയ നിയമ പ്രമാണപ്രകാരം ആരാധിക്കുന്നത് ചോദിച്ചാൽ നിങ്ങളെ വിധിക്കരുത്. അതുകൊണ്ട് ഈ പരിപാടിക്ക് പോകരുതെന്ന്. എന്നിട്ടും നിങ്ങൾക്ക് പോയേ പറ്റുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പരിപാടി ചെയ്യുക. പൗലോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി പ്രയത്നിച്ചത് വെറുതെ ആയിപ്പോയി. വേറിട്ട ചിന്തകൾ എന്ന ചാനലിൽ ഈ സഹോദരൻ ശബത്ത് നാൾ
തിരുവചനപ്രകാരം പുതിയ നിയമത്തിലുള്ള ആരാധന ദിവസമല്ല എന്നുള്ള പഠന ക്ലാസ് ഇട്ടതും വ്യർത്ഥമായി പോയി. പക്ഷെ ചിലർക്കൊക്കെ പ്രയോജനപ്പെടുന്നുണ്ടേ. അപ്പോൾ പറയാം, ഞങ്ങളും അപ്പോസ്തലന്മാരും ഒരു ദിവസത്തിനും പ്രാധാന്യം കൊടുത്തും ആചരിച്ചിരുന്നില്ല. അതുകൊണ്ട് ശനിയാഴ്ച ഞായറാഴ്ചയിലേക്ക് ആക്കി എന്നുള്ളൊരു ആരോപണം ഞങ്ങളെക്കുറിച്ച് വേണ്ട. കാരണം അങ്ങനൊരു വാദം ഞങ്ങൾക്കുമില്ല. നിങ്ങൾ പറയുന്ന ശനിയാഴ്ച ഞങ്ങൾ ഞായറാഴ്ചയാക്കി മാറ്റി എന്നുള്ള അവകാശവാദം ഞങ്ങൾക്കുമില്ല. അപ്പോൾ അതുകൊണ്ട് ആ ചോദ്യം അപ്രസക്തമാണ്, അസ്ഥാനത്താണ്. അതിന് മറുപടിയുടെ ആവശ്യമില്ലെന്നുള്ള കാര്യം വ്യക്തമായല്ലോ. അപ്പോൾ ഞങ്ങൾ കാലങ്ങളോ ആണ്ടുകളോ മാസങ്ങളോ ഈ ദിവസങ്ങളോ ഒന്നും ഞങ്ങൾ ആചരിക്കുന്നില്ല, ഞങ്ങൾ പ്രമാണിക്കുന്നില്ല. ഞങ്ങൾ ഏതൊരു ദിവസം, റോമർക്കെഴുതിയ ലേഖനം 14-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് തിങ്കളാഴ്ചയാണ് ആരാധിക്കാൻ സൗകര്യം കിട്ടുന്നതെങ്കിൽ ഞങ്ങൾ തിങ്കളാഴ്ച ആരാധിക്കും. അല്ല, ഞങ്ങൾക്ക് ചൊവ്വാഴ്ചയാണ് ആരാധിക്കാൻ സൗകര്യം കിട്ടുന്നതെങ്കിൽ ഞങ്ങൾ ചൊവ്വാഴ്ച ആരാധിക്കും. പിന്നെ ഞായറാഴ്ച എന്ന് പറയുന്നത് വിശുദ്ധ ദിവസം ആയതുകൊണ്ടാണ് ഞങ്ങൾ വിശുദ്ധ ആരാധന കൂടുന്നത് എന്നുള്ള ആ ഒരു അവകാശം വ്യക്തിപരമായി എനിക്കില്ല. അങ്ങനെ ഏതെങ്കിലും പെന്തക്കോസ്തുകാർ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അവരോട് ചോദിക്കുക. ഞാനതിനെ വിശുദ്ധ ദിവസമായി കാണുന്നത് വിശുദ്ധ ആരാധന ഞങ്ങളത് കൂടുന്നത് കൊണ്ടാണ്. അത് മനസ്സിലാക്കാൻ ഞാൻ ഉദാഹരണം പറയും. ചിലർക്ക് ഉദാഹരണമൊന്നും മനസ്സിലാകില്ല കേട്ടോ. കാരണം ഞാൻ അടുത്ത ഒരു വിഷയത്തിൽ കയറി വരുമ്പോൾ അത് പറയാൻ തന്നെ. അതായത് 2 അയൽവാസികൾ തമ്മിൽ ഒരു കേസുണ്ടായി. അതിലൊരു വ്യക്തി അടുത്ത വ്യക്തിക്ക് നഷ്ടപരിഹാര കേസ് കൊടുത്തു. രണ്ടും സാധാരണക്കാരാണെന്ന് മനസ്സിലാക്കുക. 10 ലക്ഷം രൂപ കോടതി വിധിച്ചു. ഇന്ന പ്രതി വാദിക്ക് 10 ലക്ഷം രൂപ കൊടുക്കണമെന്ന് വിധിച്ചു. അപ്പോൾ ഇത് കേട്ടപ്പോൾ വാദിയുടെ കുടുംബത്തിൽ വലിയൊരു സന്തോഷമുണ്ടായി. വലിയ സന്തോഷം. കാരണം 10 ലക്ഷം രൂപ അവർക്ക് കിട്ടുക. പക്ഷെ പ്രതിയുടെ വീട്ടിൽ ഭയങ്കര ദുഃഖം, വേദന, താടയ്ക്ക് കൈകൊടുത്തിരിക്കുന്നു. എന്താ, 10 ലക്ഷം രൂപ എങ്ങനെ ഉണ്ടാക്കും? അപ്പോൾ ഈ ഒരു ദിവസം ഈ 10 ലക്ഷം രൂപ കൊടുക്കേണ്ടുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ അതൊരു വേദനയുടെ ദിവസമാണ്, എന്നാൽ കിട്ടുന്നവന് അതൊരു സന്തോഷത്തിൻ്റെ ദിവസമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ദിവസം തന്നെ ഒരാൾക്ക് വേദനയുടെയും ഒരു കൂട്ടർക്ക് സന്തോഷത്തിൻ്റെ ആയത്? അത് അവരുടെ അനുഭവം പോലെയാണ്. മടങ്ങി വരട്ടെ, ഞങ്ങൾ വിശുദ്ധ സഭായോഗം ഞായറാഴ്ച കൂടുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഞായറാഴ്ച വിശുദ്ധ ദിവസമാണ്. മറിച്ച് ഞായറാഴ്ച വിശുദ്ധ ദിവസം ആയതുകൊണ്ടല്ല ഞാൻ ദൈവത്തെ ആരാധിപ്പാനായി ഞായറാഴ്ച ദിവസം പോകുന്നത്. മനസ്സിലായല്ലോ? ആദ്യം പറഞ്ഞതുപോലെ ആരെങ്കിലും അത് വിശുദ്ധ ദിവസമാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അത് അവരോട് ചോദിക്കുക അതിൻ്റെ കാരണം എന്താണെന്ന്. എന്നാൽ റോമർക്കെഴുതിയ ലേഖനത്തിൽ വായിച്ച് കേൾപ്പിച്ചതിന് പ്രകാരം ഏത് ദിവസത്തെ ആദരിച്ചോ അത് കർത്താവിന് വേണ്ടിയാണ്. അതെങ്ങനെ ആദരിക്കുന്നത്? നമ്മൾ ആരാധനയ്ക്കായി വേർതിരിച്ച് ആരാധിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് പ്രിയ ശബദ സഹോദരന്മാരെ, ഞങ്ങൾ ശനിയാഴ്ച ഇങ്ങോട്ട് ഞായറാഴ്ചത്തേക്കാക്കി പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല. ശനിയാഴ്ചയായിട്ട് തന്നെ കിടപ്പുണ്ട്. അത് ശബത്തായിട്ട് തന്നെ കൂട്ടിക്കോ. ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന ശബത്ത് വാവ് പെരുന്നാൾ എന്നീ കാര്യങ്ങളിൽ നിങ്ങളെ ആരും വിധിക്കരുതെന്നും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ടാണ് അത് ആചരിച്ചതെന്ന് ചോദിച്ച് ഞങ്ങളുടെ അടുക്കലേക്ക് വിധിക്കാനായിട്ട് ആരും വരരുതെന്നും. 2, ഇത് ഞങ്ങൾ ആചരിച്ചാൽ ഈ ആരാധനയും വിശ്വാസവും പ്രമാണവും ജീവിതവും എല്ലാം വ്യർത്ഥമായി പോകുമെന്ന് പഠിപ്പിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഒരു ദിവസത്തിനും ഞങ്ങൾക്ക് പ്രാധാന്യമില്ലെന്ന് സധൈര്യം പ്രഖ്യാപിക്കട്ടെ. അപ്പോൾ ഇനി അടുത്ത ഒരു വിഷയം വരുന്നത്, ഞാനിട്ട് മറ്റൊരു വിഷയമുണ്ട്, കർത്താവിൻ്റെ പ്രാർത്ഥന എന്ന് അറിയപ്പെടുന്ന പ്രാർത്ഥനയെക്കുറിച്ച്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ എന്നെ പലരും വിളിച്ചു. ദൈവകൃപയാൽ നേരിട്ട് വിളിച്ച് സംസാരിച്ചവരെല്ലാം സംശയങ്ങൾക്ക് ദൂരീകരണം വന്നു. ചിലരുടെ ചോദ്യം, എന്തുകൊണ്ടാണ് ദൈവരാജ്യത്തെക്കുറിച്ച് പ്രാധാന്യം കൊടുത്ത് പറയാതിരുന്നത്? അതിനകത്ത് മറുപടി, ഞാൻ പ്രാർത്ഥനയെ വിശകലനം ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് ആയിരുന്നില്ല. മറിച്ച് അത് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല എന്ന് സമർത്ഥിക്കുവാൻ ആ പ്രാർത്ഥനയെ ഞാൻ ഉദ്ധരിച്ചു എന്ന് മാത്രം. ഇനി ആ പ്രാർത്ഥനയെക്കുറിച്ച് പറയാനൊരു ക്ലാസ് ആണെങ്കിൽ ഞാൻ കൃത്യമായും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥനയുടെ ആദ്യത്തെ തുടക്കം ഞങ്ങളുടെ പിതാവേ എന്നുള്ള വിളിയായിരിക്കും. കാരണം അതിനു മുൻപ് അവർ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ യഹോവയെന്ന് വിളിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് ഞങ്ങളുടെ എന്ന് വിളിക്കുവാനുള്ള ആ ഒരു അവകാശം ആര് തന്നു? കഴിഞ്ഞ ദിവസം ഒരു സൂം മീറ്റിങ്ങിൽ ഒരു സഭക്കാരുടെ ഒരു സ്ത്രീ നിന്ന് സാക്ഷ്യം പറയുന്നത് കേട്ടു. സത്യം പറഞ്ഞ് ഭയങ്കര കോമാളിത്തരം പോലെ ആയിപ്പോയത്. ഇപ്പോഴാണ് ഞങ്ങൾ പിതാവിനെ കൂടുതൽ അറിയാൻ തുടങ്ങിയത്. ഇപ്പോഴാണ് ഞങ്ങൾക്ക് പിതാവിൽ നിന്ന് നേരിട്ട് കിട്ടാൻ തുടങ്ങിയത്. പുത്രനിൽ നിന്ന് കിട്ടുമ്പോഴേ ഇവിടെ ഈ സർക്കാർ ചില പരിപാടികളൊക്കെ പൊതുജനത്തിന് കൊടുക്കുമ്പോൾ ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ കയ്യിലൂടെയോ
ചില സന്നദ്ധ സംഘടനകളുടെയൊക്കെ കയ്യിലൂടെ ഇറങ്ങി വരുമ്പോൾ അവ 100 അവിടെ നീട്ടാൽ ഇവിടെ വരുമ്പോൾ 20 മാറും, 80 അതിലെല്ലാം തേഞ്ഞു മാഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ SPJ-ക്കാർക്ക് ക്രിസ്തുവിലൂടെ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനായ യേശുവിലൂടെ അവർക്ക് കിട്ടിക്കൊടുന്നപ്പോൾ മൊത്തം കിട്ടുന്നില്ലായിരുന്നു. ഇപ്പോൾ ഒരു ഡയറക്റ്റ് ബന്ധമായെന്നൊരു സാക്ഷ്യം കഴിഞ്ഞ ദിവസം കേട്ട് എന്തിനാണ് ഇതുപോലുള്ള കോമാളിത്തരമൊക്കെ പറഞ്ഞ് മധ്യസ്ഥനായ യേശുവിനെ ഒഴിവാക്കി നിർത്തുന്നത്? പുതിയ നിയമത്തിൽ 20ഓളം പ്രാവശ്യം പറഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ നാമത്തിൽ അത് ചെയ്യുവിൻ, എൻ്റെ നാമത്തിൽ പ്രാർത്ഥിപ്പിൻ, എൻ്റെ നാമത്തിൽ ചോദിപ്പിൻ, എൻ്റെ നാമത്തിൽ അങ്ങനെ ചെയ്യുവിൻ, എൻ്റെ നാമം എന്ന് പറയുമ്പോൾ യേശുവിലൂടെ അല്ലാതെ പിതാവിലേക്ക് ചെല്ലുവാൻ യാതൊരു മാർഗമില്ലാതിരിക്കെ SPJ-ക്കാർ യേശുവിനെ ഒഴിക്കിട്ട് നേരിട്ട് പിതാവിൻ്റെ അടുക്കിലേക്ക് പോവുക. ഞാൻ ഓർത്ത് ഈ കൂട്ടർ ആ യോശുവയുടെ കെയറോപ്പിലാം എരികോ മതിൽ വിളിക്കാനുണ്ടായിരുന്നെങ്കിൽ അവരെങ്കിലും മതിൽ വിളിക്കാൻ നിൽക്കിയാൽ ഇവർ വെള്ളം എടുക്കുന്ന ഓടയുണ്ടോ തപ്പി നടക്കും. എന്തിനാ? അകത്ത് കയറാൻ വേണ്ടി, ഓടയ്ക്കകത്ത് കയറാൻ. എൻ്റെ പൊന്ന് SPJ-ക്കാരെ, ഇതിനെതിരെ ഒരു മാർഗം വച്ചിട്ടുണ്ട്. അത് യേശുവിലൂടെയാണ്. യേശുവിലൂടെ അല്ലാതെ പിതാവിലേക്ക് ചെല്ലാൻ ഇപ്പോൾ പറഞ്ഞിട്ടില്ല. അത് ഒരു സഹോദരി പാവം ഇതിനെയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചാൽ അങ്ങനെയല്ലേ. ഞങ്ങൾക്ക് ഇപ്പോഴാണ് പിതാവുമായിട്ട് നേരിട്ട് ബന്ധം കിട്ടിയെന്ന്. ആരെ ഒഴിവാക്കിയിട്ട്? യേശുവിനെ ഒഴിവാക്കിയിട്ട് ചെല്ലുന്നവൻ ആരാണെന്നാണ് യോഹന്നാൻ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവിടം വരെ എത്തിയില്ല. SPJ-ക്കാർക്ക് കിട്ടുന്ന വെളിപ്പാട് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഞാൻ തരം താഴ്ത്തി പറയുന്ന പോലെ ഒന്നും നിങ്ങളങ്ങനെ സ്വീകരിക്കേണ്ട. ഞാൻ അതിൻ്റെ ഒരു ആശയത്തിലൂടെ പറയാമെന്ന് വെച്ചു. ഈ ഇലക്ഷൻ്റെ വോട്ട് എണ്ണുന്ന സമയത്ത് നമ്മൾ ലൈവായിട്ട് കേൾക്കുമ്പോൾ ഇങ്ങനെ പറയും, ഇപ്പോൾ ഇന്ന പാർട്ടിയുടെ ഇന്ന നേതാവ്, ഇന്ന പാർട്ടിയുടെ ഇന്ന സ്ഥാനാർത്ഥി ഇത്ര 1000 വോട്ടിന് മുൻപന്തിൽ നിൽക്കുന്നു, അപ്പോൾ എതിർ പാർട്ടി ഇത്ര 1000 വോട്ടിന് പിന്നിൽ നിൽക്കുന്നു. 1 മണിക്കൂർ പറയും അപ്പുറത്തെ ബൂത്തിൽ പെട്ടുപിടിക്കും. അല്ലല്ല, വീണ്ടും മറിഞ്ഞു വന്നിരിക്കുന്നു. ആദ്യം പിന്നിലായിരുന്ന സ്ഥാനാർത്ഥി ഇപ്പോൾ ഇത്ര വോട്ടിന് മുന്നിൽ വന്നിരിക്കുന്നു. അപ്പോൾ ആ പാർട്ടിക്കാർ സന്തോഷിക്കും. അവർ 2 പടക്കൊണ്ട് പൊട്ടിക്കും. കുറച്ച് നേരം കഴിയുമ്പം അടുത്ത ബൂത്തിൽ നിന്ന് അല്ല, അവൻ എതിർ സ്ഥാനാർത്ഥി വീണ്ടും ഇതാ കയറി വന്നിരിക്കുന്നു. ഇങ്ങനെ മാറി മറിഞ്ഞും വരുന്നതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഓരോ ബൂത്തിലെ പെട്ടി പൊട്ടിച്ച് എണ്ണുന്നതാണ് വിഷയം. ഇതുപോലെ നമ്മുടെ ഷാജി പാസ്റ്റർ ഓരോ വാക്യം വായിച്ചിട്ട് ഇപ്പോൾ ഒരു വെളിപ്പാട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് പഠിപ്പിക്കും. കുറച്ച് കഴിയുമ്പോൾ അതിന് വിരുദ്ധമായിട്ട് പറയും. ഞാനെടുത്ത് കേൾപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇങ്ങനെ പറയുന്നത്. തലയ്ക്കകത്ത് എന്തെങ്കിലും കൊള്ളവരുണ്ടെങ്കിൽ അവരൊന്ന് മനസ്സിലാക്കി പുറത്തേക്ക് ചാടാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ. അപ്പോൾ ഇവിടെ വന്നത് സ്വർഗസ്ഥനായ പിതാവേ നിൻ്റെ രാജ്യം വരണമേ എന്നുള്ള പ്രാർത്ഥന, രാജ്യത്തിന് പ്രാധാന്യം കൊടുക്കാതിരുന്ന എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ ഞാൻ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്ത് പഠിപ്പിച്ച സബ്ജക്റ്റ് അല്ല, മറിച്ച് ഈ പ്രാർത്ഥന ഇതുപോലെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ആ ഒരു പോയിന്റ് പറയാനാണ്. മനസ്സിലായി കാണുന്നു വരുന്നു. രണ്ടാമത് വന്ന ഇവണ്ണം പ്രാർത്ഥിപ്പിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവണ്ണം പ്രാർത്ഥിപ്പിൻ, അതിൻ്റെ അർത്ഥം ഇതുപോലെ പ്രാർത്ഥിപ്പിൻ. അത് ചിലർക്ക് മനസ്സിലായില്ല. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ വസ്തു, ഇതുപോലെ ഒരു സാധനം എൻ്റെ സുഹൃത്തിൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ ഈ സാധനം തന്നെ ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം. നിങ്ങളങ്ങനെയാണോ മനസ്സിലാക്കിയിരിക്കുന്നത്? അതേസമയത്ത് ഈ സാധനം എൻ്റെ സുഹൃത്തിൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരെണ്ണമെന്നല്ല, ഇത് തന്നെ ഉണ്ടെന്നാണ്. അതെങ്ങനെ വെക്കുന്നത്? അത് എൻ്റെ കയ്യിലല്ലേ ഉള്ളവുള്ളൂ. എൻ്റെ കയ്യിലിരിക്കുന്ന വസ്തു ഞാനത് കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരാളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കാൻ പറ്റുന്ന കാര്യമല്ല. എന്നാൽ ഇതുപോലെ ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. അപ്പോൾ കർത്താവ് പറഞ്ഞത് ഇത് പ്രാർത്ഥിപ്പാനല്ല, ഇവണ്ണം പ്രാർത്ഥിപ്പിൻ. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അടുത്തത് ഒരു സഹോദരൻ ചോദിച്ചതാണ്, പ്രാർത്ഥന പഠിപ്പിക്കുന്നതും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആദ്യം ഒരു കാര്യം പറയട്ടെ. നമ്മൾ ഇട്ട് കൊടുക്കുന്ന ആശയം എല്ലാവർക്കും ഒരേപോലെ ഗ്രഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. യേശു അങ്ങനെ പറഞ്ഞല്ലോ, എൻ്റെ മാംസം തിന്നാതെ എൻ്റെ രക്തം കുടിക്കാതെ ഇരിക്കുന്നതിൻ്റെ ഉള്ളിൽ ജീവനില്ല എന്ന് പറഞ്ഞപ്പോൾ കുറേ ആളുകൾ പറഞ്ഞു, അയ്യോ ഇതൊന്നും കേട്ട് ഞങ്ങൾക്ക് ഇതെന്തോ ഇവന് പറയുന്നത്, ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അവർ വിട്ടു പിരിഞ്ഞ് പോയി. മനസ്സിലാകാത്തവർ പോകട്ടെ, അതിനകത്ത് മനസ്സിലായവർ യേശുവിൻ്റെ കൂടെ നിന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പ്രാർത്ഥന പഠിപ്പിക്കുന്നതും പ്രാർത്ഥിപ്പിക്കാൻ പഠിപ്പിക്കുന്നതും രണ്ടും രണ്ടാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ വളരെ ഉദാഹരണ സഹിതം വ്യക്തമാക്കി പറഞ്ഞു. ഇനി ഞാൻ ഒന്നും കൂടി പറയാം. ദൈവകൃപയാൽ എനിക്ക് ഗിറ്റാറിസ്റ്റുകളായ ചില ശിഷ്യന്മാരുണ്ട്, ഞാൻ പഠിപ്പിച്ച ചില ശിഷ്യന്മാരുണ്ട്. ഒരു ദിവസം ഞാൻ ചെല്ലുമ്പോൾ ഒരു ശിഷ്യൻ ഒരു പാട്ടിന് വായിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ അവനെ പഠിപ്പിച്ചതല്ലാതെ, ഞാൻ അവനെ ഗിറ്റാർ വായിക്കാൻ പഠിപ്പിക്കുകയും ചെയ്തേ. പക്ഷെ ഒരു പാട്ടും ഞാൻ അവനെ പഠിപ്പിച്ചില്ല. ഗിറ്റാർ വായിക്കാനായി അതിൻ്റെ കോഡ്സ്, അതിൻ്റെ മേജർ കോഡ്സ് എന്താണ്, മൈനർ കോഡ്സ് എന്താണ്, അതിൻ്റെ റിലേറ്റീവ് കോഡ്സ് എന്താണ്, ഓരോ ഇതിലും വരുന്ന അതിൻ്റെ സ്വരത്തിനനുസരിച്ച് ഏത് കോഡ്സാണ്, റയർ കോഡ്സ് ഏതാണ് വായിക്കേണ്ടത് എന്നൊക്കെ അവനെ ഞാൻ പഠിപ്പിച്ചു വിട്ടു. അവനൊരു പാട്ട് കേട്ടപ്പോൾ ഞാൻ പഠിപ്പിച്ചതിന് ശേഷം വന്ന പാട്ടുകൾക്കും അവൻ വായിച്ചു. അതൊന്നും ഞാൻ പഠിപ്പിച്ചതല്ല.
ഞാൻ പഠിപ്പിച്ച ആ തിയറി പ്രകാരം അവനത് വായിക്കുന്നു. ഇനിയും വരാൻ പോകുന്ന പാട്ടിലും അവൻ വായിക്കും, എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം ഞാനൊരു ഗിറ്റാർ വായിക്കാനാണ് പഠിപ്പിച്ചത്, പാട്ടല്ല പഠിപ്പിച്ചത്. ഇതുപോലും മനസ്സിലാകാത്ത സഹോദരങ്ങൾ ഇനിയുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് നിങ്ങളിത് ബോധവൽക്കരിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞത്, ഈ തിയറി പ്രകാരം ഏത് പാട്ടിനാണോ വായിക്കുന്നത് ആ പാട്ട് മേജർ സ്കെയിലാണോ മൈനർ സ്കെയിലാണോ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള കോഡ് വായിക്കുക. അതിന് വരുന്ന ഓരോ പാട്ടുകൾക്കും വരുന്ന ആ ട്യൂണിനനുസരിച്ച് അതിന് സ്കെയിലിനനുസരിച്ച് നമ്മൾ കോഡ്സ് മാറി മാറി പിടിക്കുക. ഇങ്ങനൊരു പാറ്റേണാണ് പഠിപ്പിച്ചു വിട്ടേക്കുന്നത്. അതിന് പ്രകാരം സൂപ്പറായി വായിക്കുന്നു. ഇവിടെ പ്രാർത്ഥിപ്പാനാണ് പഠിപ്പിച്ചത്. നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണം? കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, മരണ വീട്ടിൽ ചെന്നിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ല കല്യാണ വീട്ടിൽ പ്രാർത്ഥിക്കുന്നത്. ഈ പാറ്റേൺ വെച്ച് നിങ്ങളതിൽ പ്രാർത്ഥിക്കണം. ഇനി അല്ല, ഒരൊറ്റ ചോദ്യം കൂടെ ഞാൻ ചോദിക്കട്ടെ. ഒരാൾ ചോദിച്ചു, നിങ്ങൾ കർത്താവിനേക്കാൾ വലിയവനാണോ? കർത്താവ് അതങ്ങനെയല്ലേ പഠിപ്പിച്ചത്? ഞാൻ തിരിച്ചെന്ന് ചോദിക്കട്ടെ സഹോദര, ആ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് തരണമേ എന്ന് ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, അത് ആഹാരമാണ്. ഞങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ആഹാരം ഇന്ന് തരണം, വേറൊരു കാര്യം തരണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ കർത്താവ് നിങ്ങളെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ, ഞാൻ അങ്ങനെ പറയത്തുള്ളൂ, കർത്താവ് നിങ്ങളെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഒറ്റയ്ക്കൊരു കാര്യം മാത്രം ചോദിക്കാനേ കർത്താവ് അനുവാദം തന്നിട്ടുള്ളൂ, അത് ആഹാരം. ആഹാരത്തിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ചോദിച്ചാൽ, എന്നോട് ചോദിച്ചല്ലോ നിങ്ങൾ കർത്താവിനേക്കാൾ വലിയ പണ്ഡിതനാണെന്ന് എന്നോട് ചോദിച്ച ആ സഹോദരനോട് ഞാൻ ചോദിക്കുക, കർത്താവ് നിങ്ങൾക്ക് ചോദിക്കാൻ അവകാശം തന്നിരിക്കുന്ന ആഹാരം മാത്രമേ ഉള്ളൂ. ആഹാരമല്ലാതെ മറ്റെന്തെങ്കിലും നിങ്ങൾ പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളെന്താ കർത്താവിനേക്കാൾ വലിയ അധികാരമുള്ള ആളാണോ? കാരണം കർത്താവ് പറഞ്ഞിട്ടുള്ള അനുവാദം ഇത്രേ ഉള്ളൂ, ആഹാരത്തിന് വേണ്ടി മാത്രം ചോദിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ അപ്പുറത്തേക്ക് കയറി നിങ്ങൾ എൻ്റെ കുട്ടിക്ക് പഠിക്കാൻ അഡ്മിഷൻ കിട്ടണമേ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി കൊടുക്കണമേ, ഞങ്ങൾക്ക് വണ്ടി തരണമേ, ഞങ്ങൾക്ക് നല്ല വീട് തരണമേ, ഇതൊക്കെ പ്രാർത്ഥിക്കാൻ നിങ്ങൾ ആരാ പഠിപ്പിച്ചേ? നിങ്ങൾ എൻ്റെ കർത്താവിനേക്കാൾ വലിയ ആളോ? സഹോദര, ഇങ്ങനെയൊന്നുമല്ല നമ്മൾ വചനം പഠിക്കേണ്ടത്. കർത്താവ് തന്നിരിക്കുന്ന ആ പാറ്റേണിൽ നിൻ്റെ ജീവിതത്തിൽ നിനക്ക് എന്തെല്ലാം ആഗ്രഹമുണ്ടോ, എന്തെല്ലാം ആവശ്യങ്ങളുണ്ടാകുമോ അതെല്ലാം വചനാനുസരണം നിങ്ങൾക്ക് ചോദിപ്പാനുള്ള അനുവാദമുണ്ട്. അതിനാ മാതൃക കാണിച്ചത്. അപ്പോൾ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ചൊല്ലേണ്ടതെങ്കിൽ ആഹാരമല്ലാതെ വേറൊരു സാധനവും നിങ്ങൾ ദൈവത്തോട് ചോദിക്കരുത്. കാരണം കർത്താവ് അതിനുള്ള അനുവാദം മാത്രമേ പ്രാർത്ഥനയിൽ തന്നിട്ടുള്ളൂ. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ളതായ ആ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ വന്ന 3 ചോദ്യങ്ങൾക്കും ഇതാ മറുപടി. 4ാമത് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ആഭരണത്തെക്കുറിച്ച് ഒരു കൂടുതലായിട്ട് ഒന്നും കൂടി വിശദീകരിക്കണം കേട്ടോ. എന്തിനാന്നേ വിശദീകരിക്കുന്നേ? എന്തിനു വിശദീകരിക്കണം? ഞാൻ ആഭരണത്തെക്കുറിച്ച് പറഞ്ഞത് ബന്ധക്കോസുകാരെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ഇനി വിശ്വാസത്തിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവരെ കുറിച്ച് പറഞ്ഞത്. ബന്ധക്കോസുകാർക്ക് അത് വേണ്ടെന്നേ. കാരണം ഞാനത് ചോദിക്കട്ടെ, പുതിയ നിയമസഭയിൽ ആഭരണം ഉപയോഗിക്കരുതെന്ന് എവിടെയെങ്കിലും പ്രമാണമുണ്ടോ? തോറ്റു പോകുകയുള്ളൂ. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ പാസ്റ്ററെ, പെന്തക്കോസ്ത് സഭയിൽ ദശാംശം മേടിക്കാനായിട്ട് ഏതെങ്കിലും ഒരു വചനം നിങ്ങൾക്ക് കാണിച്ചു തരാമോ? നിങ്ങൾ മത്തായി 23:23 കൊണ്ടുവരരുത്. കൊണ്ടുവന്ന അതിന് മറുപടി ഞാൻ വേറെ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ പഠനം എന്താണെന്ന് ഇട്ടിട്ടുണ്ട്. പുതിയ നിയമസഭയിൽ ദശാംശം മേടിക്കാൻ ഒരനുവാദവും ഇല്ല, എന്നിട്ട് എല്ലാവരും മേടിച്ച് കൂട്ടുക, അത് ഉപദേശമാക്കി മാറ്റിയേക്കുക. അതേസമയത്ത് പുതിയ നിയമസഭയിൽ ആഭരണം ഉപയോഗിക്കരുതെന്ന് എങ്ങും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അതും പ്രമാണമായിട്ടേക്കെടുത്തേക്കുക. മനസ്സിലായല്ലോ? സിഗരറ്റ് വലിക്കരുതെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ സഹോദര? പാസ്റ്റർമാരോടും കൂടിയാണ് ചോദിക്കുന്നത്. ബീഡി വലിക്കരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? അതുമില്ല, ഇതുമില്ല എങ്കിൽ ആഭരണം ധരിക്കരുതെന്ന് എഴുതി വെച്ചിട്ടില്ല. ഇനി തിരിച്ചൊന്ന് ചോദിച്ചോട്ടെ, പഴയ നിയമത്തിൽ പന്നിയിറച്ചി തിന്നരുതെന്നൊരു പ്രമാണമുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ നിൻ്റെ അകത്തേക്ക് പോകുന്നതല്ല പുറത്തേക്ക് വരുന്നതാണ് നിന്നെ അശുദ്ധമാക്കുന്നത്. സ്തോത്രത്തോടു കൂടി നീ ഭക്ഷിക്കുന്നുവെങ്കിൽ ഒന്നും വർജിക്കേണ്ടതില്ല എന്നുള്ള പ്രമാണം പുതിയ നിയമത്തിൽ നമുക്ക് അനുവാദം കിടക്കുമ്പോൾ, പഴയ നിയമത്തിൽ പന്നിയിറച്ചി കഴിക്കരുതെന്ന് പറഞ്ഞ വിലക്ക് ഈ വാക്യം കൊണ്ട് ഇവിടെ അഴിച്ചിരിക്കുന്നു. ഏത്? സ്തോത്രത്തോടുകൂടി നിങ്ങൾക്ക് ഭക്ഷിച്ചാൽ ഒന്നും വർജിക്കേണ്ട ആവശ്യമില്ല, ആ വിലക്കഴിച്ചു. എന്നാൽ പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നു, ഞാൻ നിങ്ങളുടെ ഇടയിൽ നടക്കേണ്ടതിന് നിങ്ങളുടെ ആഭരണം നീക്കിക്കളക എന്ന് പറയുകയും അതിനുശേഷം ഇസ്രായേൽ ജനം അത് ധരിച്ചിട്ടുമില്ല എന്ന് പറയുമ്പോൾ ആ വിലക്ക് പുതിയ നിയമത്തിൽ അഴിച്ച ഒരു വാക്യം ഈ ന്യൂജൻ സഭകൾക്കൊന്ന് കാണിച്ചു തരാമോ? ഒന്നുകൂടി പറയാം. പഴയ നിയമത്തിൽ യഹോവയ തൻ്റെ ജനത്തോട് പറഞ്ഞ്, ഞാൻ നിങ്ങളുടെ ഇടയിൽ നടക്കേണ്ടതിന്, ഞാൻ നിങ്ങളോട് ഇടപെടേണ്ടതിന് ആഭരണം നീക്കിക്കളക എന്ന് പറഞ്ഞിട്ട് ഇനി നിങ്ങൾ എടുത്തിട്ടോളാൻ പറഞ്ഞൊരു വാക്യം നിങ്ങൾക്ക് കാണിച്ചു തരാമോ? പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത് മുടിയനായ പുത്രനല്ലേ? അല്ലേ? ആ മുടിയനായ പുത്രൻ അതല്ല, അതിൻ്റെ പലതും ചെയ്യും, അതെല്ലാം പ്രമാണമാണ്. ഞാൻ ചോദിച്ചത് കർത്താവിൻ്റെ വചനത്തിൽ
ജീവിക്കുന്ന ദൈവമക്കളുടെ കാര്യം പറഞ്ഞാൽ മുടിപ്പിച്ച് നടക്കുന്നവൻ്റെ കാര്യമല്ല ഞങ്ങളുടെ മാതൃക അനുസരണത്തിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുന്ന ജനമാണ് ഞങ്ങളുടെ മാതൃക. അപ്പോൾ ഇനി അതൊക്കെ മത്സരവും ശാഠ്യമാണ്. ഇനി കാണിച്ചു തരാമോ? കാണിച്ചു തരാം. നിങ്ങൾ മത്സരിച്ചോ, നിങ്ങൾ ക്ഷണിച്ചോ, ആർക്ക് അതിനൊന്നും പ്രതിഷേധമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, കനാൻ ദേശം പ്രാപിപ്പാനായി ഫറവോൻ്റെ അടിമത്തിൽ നിന്ന് വിട്ടുപോകുന്ന ജനം അവിടെ എത്താതിരുന്നതിൻ്റെ കാരണം മത്സരവും ശാഠ്യവും തന്നെയായിരുന്നേ. അത് സംശയിക്കേണ്ട, അത് തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് വചനപ്രകാരം എനിക്ക് തന്ന പഠനം ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ സംശയമൊന്നും ആരും ചോദിച്ചിട്ട് അങ്ങനെ ഊരം നോക്കണ്ട. അല്ലാതെ ഞാൻ ഏറ്റവും നല്ല ഉദാഹരണം ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ത്രീയിൽ ഒരു ശിശു ഉരുവായാൽ പിന്നെ അവളിൽ വരേണ്ട മാറ്റങ്ങൾ അത് വന്നുകൊണ്ടിരിക്കും. അത് ആരും നിർബന്ധിച്ച് മാറ്റണ്ട. ഒന്നും കൂടി പറയാം, ധൂർത്ത് പുത്രൻ തനിക്ക് അവിടെ നിന്ന് സുബോധം വന്നപ്പോൾ, ആരും ചെന്ന് ഉപദേശിച്ചിട്ടല്ല, തനിക്ക് സുബോധം വന്നപ്പോൾ താൻ തീരുമാനമെടുത്ത്. സുബോധം വരുമ്പോൾ തീരുമാനം എടുക്കേണ്ടവരെടുത്തോളൂ, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അതൊരു പ്രസക്തമായ ഒരു ചോദ്യം അല്ല എന്ന് ഞാനിവിടെ ഈ വീഡിയോയിൽ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ മടങ്ങി വരുന്നതിന് അതിപ്രധാനമായി 3 വീഡിയോകളുടെ ബന്ധത്തിൽ വന്ന സകല ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി ഇവിടെ പറയുന്നു. അതുകൊണ്ട് ശബത്തിലെ സഹോദരന്മാർ എനിക്ക് തരേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ. അപ്പോസ്തലന്മാർ ശബത്ത് തോറും കഴിക്കേണ്ടെന്ന് യാഗം കഴിച്ചുകൊണ്ടുള്ള ഒരാരാധന എവിടെ നടത്തി? പൗലോസ് അപ്പോസ്തലൻ സിനഗോഗിൽ തർക്കിക്കാനും വാദിക്കാനും പോയിട്ടുണ്ട്. അതല്ല, ഞാൻ ആരാധനയുടെ കാര്യമാണ് ചോദിക്കുന്നത്. അതിന് മറുപടി തന്നാൽ ഞാൻ പ്രതിദാനം ചെയ്യുന്ന ആ ഒരു കൂട്ടവും ശബത്തിലേക്ക് പോകുകയാണ്. അതുകൊണ്ട് അവർ മറുപടി തരുമെന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ അടുത്ത ആഴ്ച മുതൽ ഞങ്ങൾ ശനിയാഴ്ചയായിരിക്കും ശബത്തുകാരോട് കൂടിയായിരിക്കും ദൈവത്തെ ആരാധിക്കുന്നതെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. മറുപടി ഇതാണ്. തിരുവചനപ്രകാരം സംഖ്യാപുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ പറയുന്നത് പോലെ ശബത്ത് തോറും കഴിക്കേണ്ട ഹോമയാഗം കഴിക്കുന്ന സ്ഥലം എവിടെയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് വരുന്നു. ഇല്ല എങ്കിൽ ശബത്തിലെ സഹോദരന്മാർ ദൈവവചനത്തോടെ എന്തെങ്കിലും ഭയമോ ബഹുമാനമുണ്ടെങ്കിൽ ഇനി ഇതിനെ എതിർക്കുന്ന കമൻറ്റ് നടത്തുക, ഇല്ലെങ്കിൽ എനിക്ക് മറുപടി തരിക. വീണ്ടും നമുക്ക് കൂടി കാണാം പുതിയ വർഷത്തിൽ പുതിയ ചിന്തയുമായി. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. 2025 ഏവർക്കും ഒരു ദൈവിക സമാധാനം നിറഞ്ഞ അനുഗ്രഹത്തിൻ്റെ വർഷമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും നമ്മളോട് കൂടെ ഇരിക്കുമാറാകട്ടെ.